ലോകം ഉണ്ണിയേശു സ്മരണയിൽ വിണ്ണിൽ നിന്നും മണ്ണിലേക്കെത്തിയ ദൈവപുത്രനെ വരവേൽക്കുകയാണ് മുംബൈ നഗരവും. മഞ്ഞു പൊഴിയുന്ന രാവുകളും നക്ഷത്രങ്ങളുടെ തിളക്കവും കേക്കിന്റെ മധുരവുമായി ഒരു ക്രിസ്മസ് കൊടി. ലോകമെമ്പാടുമുള്ളവർ ക്രിസ്തുമസ് ആഘോഷിക്കുന്ന ഈ വേളയിൽ മുംബൈ എന്ന ഈ മഹാനഗരത്തിലെ പല പ്രമുഖരായവർ എങ്ങനെ ക്രിസ്തുമസ് ആഘോഷിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് നല്ലൊരു സോഷ്യൽ ആക്ടിവിസ്റ്റായ മിസ്റ്റർ അജയ് ജോസഫിന്റെ വീട്ടിലാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം നമ്മൾക്ക് കുറച്ച് സമയം ചെലവിടാം. Dashing through the snow in a one-horse open sleigh, o'er the fields we go, laughing all the way. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. മുംബൈയിലെത്തിയിട്ട് എത്ര കാലമായി? നാട്ടിലെവിടെയാണ് വീട്? 1990 അത് കഴിഞ്ഞ് ഒരു 2-2.5 വർഷം കഴിഞ്ഞപ്പോൾ ഗൾഫിൽ പോയി പിന്നെ ആദ്യം തിരിച്ച് മുംബൈയിൽ തന്നെ വന്നു. നാട്ടിലെൻ്റെ ഇരിഞ്ഞാലക്കുട എന്ന് പറഞ്ഞ സ്ഥലമാണ്. ചെമ്മണ്ട ശരിക്കും ഒരു ചെറിയ ഗ്രാമപ്രദേശമാണ്. അവിടെ നിന്ന് നമ്മൾ ഗൾഫിൽ പോകണം എന്നുള്ള ഒരു ഐഡിയയിൽ മുംബൈയിലെത്തി. ബോംബെയിൽ വന്നതിന് ശേഷം ബാച്ചിലറായിട്ട് താമസിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? നല്ല രീതിയിൽ തന്നെ ക്രിസ്മസ് ആഘോഷിക്കാനുള്ള അവസരം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഞങ്ങൾ വർലി എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു ഞാൻ വന്ന്. അപ്പോൾ ഞങ്ങൾ റൂംമേറ്റ്സും ചുറ്റും കുറച്ച് കുടുംബങ്ങളുണ്ടായിരുന്നാലും നല്ലൊരു ഇടവകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ക്രിസ്മസിന് മുന്നേ തന്നെ ഞങ്ങൾ നാട്ടിൽ ക്രിസ്മസ് ആഘോഷങ്ങളും പറയൂ, ഇവിടെ കല്യാണത്തിന് മുമ്പുള്ള ഒരു ക്രിസ്മസ് ആഘോഷം അതും മുംബൈയിൽ എത്തിച്ചേർന്നതിന് ശേഷമുള്ള ക്രിസ്മസ് ആഘോഷം ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? നാടാണോ ഇഷ്ടം അതോ ഇവിടുത്തെ ക്രിസ്മസ് ആഘോഷങ്ങളാണോ ഇഷ്ടം? നാട്ടിൽ ക്രിസ്മസ് ഉണ്ട്, ക്രിസ്മസ് ആഘോഷങ്ങളുണ്ട്. നന്നായിരുന്നു. അന്നും മാതാപിതാക്കളോടൊപ്പം അല്ലേ, പപ്പയും മമ്മയുടെ ഒക്കെ ഒപ്പം, അനിയ ഇപ്പോൾ ഫാമിലി ഇപ്പോൾ മക്കളുടെ ഒപ്പം ഉള്ള ക്രിസ്മസ് ആഘോഷം കുറച്ചും കൂടി എൻജോയ് ചെയ്യണു. ബോംബെയിലെയും നാട്ടിലെയും 2 ക്രിസ്മസും ഫീൽ ചെയ്യാൻ പറ്റാറുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. ഇവിടുത്തെ ആഘോഷങ്ങളൊക്കെ ഞങ്ങള് എല്ലാം നടത്തിയിട്ടാണ് പിന്നെ നാട്ടിലേക്ക് ഞങ്ങൾ പോവും. അതുകൊണ്ട് അപ്പൊ അവിടുത്തെ 2 സ്ഥലത്തെയും നമുക്ക് ക്രിസ്മസ് ആഘോഷങ്ങള്. അപ്പൊ നാട്ടിലുള്ളവർക്ക് നിങ്ങളെ മിസ് ചെയ്യില്ല? ക്രിസ്മസിന്റെ സമയത്ത് പേരക്കുട്ടികൾ അടുത്തില്ല എന്നുള്ളൊരു സങ്കടം ഉണ്ടാവില്ല? ഇറ്റ്സ് എ വെരി ഗുഡ് തിങ്. ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. അമ്മയുണ്ട്, അപ്പൊ അവിടെ പോവും. അപ്പൊ ക്രിസ്മസ് അവർക്ക് വലിയ സന്തോഷമാവും. എന്തെങ്കിലും ഒരു കാരൽ സോങ് പാടാം? മലയാളം അല്ലെങ്കിൽ മലയാളമായ ബെസ്റ്റ് ഇഫ് യു റിമെമ്പർ, അല്ലെങ്കിൽ ഒരു എനി ഇംഗ്ലീഷ് കാരൽ സോങ്. Long time ago in Bethlehem, as the Holy Bible says, Mary's boy child, Jesus Christ, was born on Christmas Day. Hark now, hear the angels sing, a new king born today, and man will live forevermore because of Christmas Day. നാട്ടിലത്തെയും ഇവിടത്തെയും മിഡ് നൈറ്റ് മാസിന് പോക്കും അത് കഴിഞ്ഞ് വന്നിട്ടുള്ള സെലിബ്രേഷനും. നാട്ടിൽ നമ്മൾ രാത്രി 12 മണിയോടുകൂടി നമ്മൾ പള്ളിയിൽ പോവും. അപ്പോൾ അതൊരു പ്രത്യേക ഒരു തണുപ്പോട് കൂടിയും നല്ലൊരു ക്ലൈമറ്റും. ക്രിസ്മസ് രാത്രി ശരിക്കും നമ്മൾ ഒരു നിലാവുള്ള നല്ല തണുപ്പുള്ള രാത്രി നമുക്കൊരു ക്രിസ്മസിൻ്റെ ഒരു എൻജോയ്മെൻറ്റ് നമുക്ക്. പിന്നെ എന്തൊക്കെ പലഹാരങ്ങളാണ് ഉണ്ടാക്കാറ്? തൃശ്ശൂരിന്റെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ? തീർച്ചയായിട്ടും വട്ടയപ്പം ഉണ്ടാക്കും, കിണ്ണത്തപ്പം ഉണ്ടാക്കും. മക്കൾക്ക് ഈ ഡിഷൊക്കെ ഇഷ്ടമാണ്? ഈ വട്ടയപ്പം കിണ്ണത്തപ്പം എന്ന് പറഞ്ഞ സാധനമൊക്കെ ഇഷ്ടമാണ്? ഇഷ്ടമാണ്. കാരണം എപ്പോഴും ഡെയിലി തിന്നേക്കാളും കുറച്ച് ഡിഫറെന്റ് ആയിട്ട് തിന്നുമ്പോൾ. നന്നായിട്ട് മലയാളം പറയുന്നുണ്ട് രണ്ടുപേരും. അത് ഐ തിങ്ക് യു ആർ നോട്ട് ദാറ്റ് കംഫർട്ടബിൾ അല്ലേ? നോട്ട് സോ കംഫർട്ടബിൾ ബട്ട് ഐ ഓൾസോ നോ. Oh
നിങ്ങൾ സ്കൂളിൽ എങ്ങനെയാണ് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുക? ലൈക്ക് കാരൽ സിംഗിങ് കോമ്പറ്റീഷൻ, ക്രിബ് കോമ്പറ്റീഷൻ? ക്രിബ് സ്കൂളിൽ ഇപ്പോൾ ഞങ്ങളൊരു ഗ്രൂപ്പ് ചേർന്നിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ക്രിബ് ഭയങ്കര വലിയ ക്രിബ്, പിന്നെ ഫാദർ വലിയ ട്രീ ഒക്കെ വെച്ചിട്ട് സ്റ്റോക്കിംഗ് മേക്കിംഗ് കോമ്പറ്റീഷൻ, സ്റ്റാർ മേക്കിംഗ് കോമ്പറ്റീഷൻ, അങ്ങനെ ഡിഫറെൻറ്റ് കോമ്പറ്റീഷൻസ് ഉണ്ട്. പിന്നെ കാരൽ സിംഗിങ് കോമ്പറ്റീഷനും ഉണ്ട്. സ്കൂളിൽ എനിക്ക് തോന്നുന്നത് പള്ളിയേക്കാളും എവിടത്തേക്കാളും കൂടുതലാണ്, കാരണം ക്രിസ്ത്യൻ സ്കൂളാണ്. എങ്ങനെയാണ് മുംബൈയിലെ നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ എന്നറിഞ്ഞാൽ വളരെ സന്തോഷം. സ്വല്പം നാട്ടിലത്തെക്കാളും വ്യത്യസ്തമായ രീതിയിലാണ്. ക്രിസ്മസിൻ്റെ അന്ന് വീട്ടിൽ ഗസ്റ്റുകൾ വരും ഞങ്ങളെ വിഷ് ചെയ്യാനായിട്ട്. അപ്പോൾ അവരായിട്ട് എല്ലാം നല്ലൊരു പരിപാടി നടക്കും. ആദ്യമൊക്കെ നമ്മുടെ ചർച്ചും ആളുകളൊക്കെ കുറവായിരുന്നു, പക്ഷെ ഇന്നിപ്പോൾ നാട്ടിലേലും നല്ല രസമായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്യാൻ ഒത്തിരി ആളുകൾ മലയാളികളുണ്ട്. എന്നിട്ട് നന്നായിട്ട് അവിടെ പ്രോഗ്രാംസും നമ്മുടെ പള്ളിയും അച്ഛന്മാരും എല്ലാമായി. സ്റ്റാർട്ടിങ്ങിലൊന്നും ബോംബെ വന്നപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. മോൻ ഒരു മലയാളം പാട്ട് പാടും. ദിവ്യതാരങ്ങൾ ചിന്തിയെന്നൊന്ന് ദൈവസ്നേഹം നിരക്കണേ, സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നൽകാലിക്കും പ്രകാശമേ. വികാരി ജനറൽ വിളിച്ചു പറഞ്ഞു, ഇവിടെ ധാരാവിയിലെ സിസ്റ്റേഴ്സ് ഉണ്ട്, അവർ സാധുക്കളാണ്. അവർ ക്രിസ്മസ് അവിടുത്തെ സാധുക്കളെ വിളിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് എൻജോയ് ചെയ്യും അവരുടെ കൂടെ. അപ്പോൾ അതിനൊന്ന് സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞു, ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞു. നമ്മളിനി അടുത്ത് പരിചയപ്പെടാൻ പോകുന്നത് ഡോക്ടർ ജസ്റ്റിൻ തെരാറ്റലിനാണ്. അവരുടെ മകൻ, ഒരേ ഒരു മകൻ. അവരൊരുമിച്ച് താമസിക്കുന്നു, 2 പേരക്കുട്ടികൾ, പത്നി ധർമ്മപത്നി ഷീബ തെരാറ്റൽ. How was this thing, like, younger days, like how you used to celebrate Christmas? I mostly remember when I was active in the church. By the time before Kalyan diocese, some fathers were there. Okay. Here in Bombay. Okay. So we were active at that time also. Oh, okay. We had a small parish out, and then we were all together in Kalina. Kalina was very much at that time had a lot of Malayalis. Okay. So we were enjoying our church activities, the carols, and this time also I'm now also active in church. Jingle bells, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. അങ്ങേക്ക് ഞങ്ങൾക്ക് തരാനുള്ള സന്ദേശം എന്താണ്? എനിക്ക് തോന്നുന്നു ക്രിസ്മസ് എന്നും നമ്മോട് പറയുന്നത് ഇതാണ്: ദൈവം മനുഷ്യനെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. അങ്ങനെയാണെങ്കിൽ മനുഷ്യന്റെ മുഖത്ത് ദൈവത്തിന്റെ മുഖഛായ ദർശിക്കുവാൻ നമുക്ക് സാധിച്ചാൽ അതാണ് ക്രിസ്മസിന്റെ സന്ദേശം. ക്രിസ്മസ് വിശേഷങ്ങൾ പങ്കിടാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് നാഷണൽ ബിൽഡേഴ്സിൻ്റെ ചെയർമാനും MD-യുമായ മിസ്റ്റർ MC സോനിയുടെ വീട്ടിലാണ്. ജാതി മത ഭേദമന്യേ ലോകത്തുള്ള എല്ലാ ജനങ്ങളും ക്രിസ്തുമസും ന്യൂ ഇയറും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. ലോക രക്ഷകനായ യേശു ക്രിസ്തു ബേത്ലഹേമിൽ പാപികളായ ഞങ്ങളെ രക്ഷിപ്പാൻ ഇന്നേ ദിവസം ജനിച്ചിരിക്കുന്നു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതോടുകൂടി ഞങ്ങളുടെ 1-ാം തീയതി തൊട്ട് 25 ദിവസം വരെയുള്ള നോയമ്പ് ഞങ്ങളുടെ അവസാനിക്കുകയാണ്. അടുത്ത ദിവസമായ 25th ഞങ്ങൾ ക്രിസ്തുമസിൻ്റെ ആഘോഷങ്ങളാണ് എല്ലാ വീടുകളിലും. ഇത്ര പവർഫുള്ളായിട്ടുള്ള ബിസിനസ് എംപയർ കെട്ടിപ്പടുക്കാനായി സാറിന് എത്ര സമയമെടുത്തു? ഏകദേശം 28 കൊല്ലത്തോളമായി ബിൽഡിംഗ് ലൈനിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു. ഇവിടെയും
നവി മുംബൈ കേരളത്തിലും ഒക്കെ ഞങ്ങളുടെ ബിൽഡിങ്സ് ഉണ്ട്. പല ബിൽഡിങ്സ് പണി നടന്നുകൊണ്ടിരിക്കുന്നു. പലതും ഇപ്പോൾ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബോംബെയിൽ ഡോംബെയിലിൽ ഞങ്ങൾ പുതിയ ഞങ്ങളൊരു പ്രൊജക്റ്റ് ഞങ്ങളിപ്പോൾ അവിടെ ശില്പാട്ടായിൽ ഞങ്ങൾ അനൗൺസ് ചെയ്യുകയാണ് അടുത്ത മാസം. സാറിന് ഇപ്പോൾ നമ്മളുടെ ഗവൺമെൻറ് നടപ്പാക്കിയിട്ടുള്ള ഡിമോണിറ്റൈസേഷൻ കാരണം കൊണ്ട് നമ്മളുടെ മുംബൈയിൽ ബിസിനസ് എത്രമാത്രം മന്ദീഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ക്രിസ്മസ് സെലിബ്രേഷന് ഇത് എത്രമാത്രം ആഘാതം ഏൽപ്പിച്ചിട്ടുണ്ട്? ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ചേഞ്ചസ് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള പോസിറ്റീവ് വേയും ഉണ്ട്, നെഗറ്റീവ് വേയും ഉണ്ട്. ഇപ്പം നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആൾക്കാരുടെ സഫിഷ്യൻറ്റ് ഫണ്ട് മണി അവർക്ക് കയ്യിൽ കിട്ടുന്നില്ല, അല്ലെങ്കിൽ എടുക്കുവാൻ പറ്റുന്നില്ല ബാങ്കിൽ നിന്ന്. പല ബുദ്ധിമുട്ടുണ്ട് എന്നാണ് അറിയുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊക്കെ ഒരു ടെമ്പററി ആയിരിക്കും. Twinkle, twinkle, little star, how I wonder what you are. Up above the world so high, like a ഫാമിലി ഗെറ്റ് ടുഗെദർ ഉണ്ടായിരുന്നു. ആ ഫാമിലി ബോണ്ടിങ് ഈ ക്രിസ്മസ് സെലിബ്രേഷനിലൂടെ വളർത്തിയെടുക്കാൻ പറ്റിയിട്ടുണ്ടോ? ക്രിസ്മസും ഈസ്റ്ററും എല്ലാം ഓണവും എല്ലാം കസിൻസിൻ്റെ വീട്ടിലെങ്ങും ഒന്നും ആ ദിവസം ഉണ്ടാക്കാൻ പുള്ളിക്ക് ഇഷ്ടമില്ല. എല്ലാവരും ഇവിടെ വിളിക്കണമെന്നുള്ളതായിരുന്നു. അപ്പോൾ ഒരു 10-30 പേരെങ്കിലും ഞങ്ങൾ കാണുമായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ജോളിയായിട്ട് എല്ലാവരും കൂടെ വന്നുണ്ടാക്കി കഴിച്ചു. എല്ലാവരും വൈകിട്ട് ഈവനിങ് ചായ സ്നാക്സും ഒക്കെ കഴിച്ചിട്ടാണ് എല്ലാവരും വീട്ടിലൊക്കെ തിരിച്ചു പോകുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ്. എൻ്റെ വീട്ടിലാണെങ്കിലും ഇതൊക്കെ ഞാൻ ചെറുപ്പം തൊട്ടേ കണ്ടു വളർന്ന ഒരു കുട്ടിയായിരുന്നു. അത് എന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിൽ വന്നാണെങ്കിലും ഞാൻ എൻ്റെ വീട്ടിലെ രീതികളാണ് ഞാനെല്ലാം അവരെയും പഠിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ വന്നാന്നേലും എൻ്റെ മക്കൾ കുഞ്ഞുനാൾ തൊട്ട് ഞാൻ ഭയങ്കര ഒരു ഇതിനകത്ത് വലിയൊരു ഇളക്കക്കാരിയാണ്. എനിക്കിതൊക്കെ വലിയ ആഘോഷമായിട്ട് ഉണ്ടാക്കണം. അപ്പോൾ എൻ്റെ മോളാന്നേലും ഇപ്പോൾ കല്യാണം കഴിച്ച് ദുബൈയിൽ സെറ്റിൽഡ്. അവൾ അവിടെ മമ്മി ചെയ്തിരിക്കുന്ന പോലെ തന്നെ അവൾ ട്രീയും അവിടെ എല്ലാം ഡെക്കറേഷനും ഒക്കെ ചെയ്ത് അവളിപ്പം എന്നെ ഓർത്തുകൊണ്ട് അവൾ അവിടെ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യും. നാഷണൽ ബിൽഡേഴ്സിൻ്റെയും എൻ്റെ പേഴ്സണൽ ലെവലിലും എല്ലാവിധ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ക്രിസ്തുമസ് ആശംസകൾ ഞാൻ നേരുകയാണ്. നമ്മൾ മുംബൈയിലെ ജോൺ മാത്യു സാറിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അവരുടെ ക്രിസ്മസ് ആഘോഷമൊക്കെ തകർപ്പനായി നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഡെക്കറേഷനൊക്കെ ഓൾറെഡി കഴിഞ്ഞു. വീടിൻ്റെ മുൻവശത്താണ്. നമ്മൾ അവരുടെ വീട്ടിൽ പോയി അവരുടെ ആഘോഷങ്ങളിലൊക്കെ ഒന്ന് പങ്കുചേരാം. നമ്മളിന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് വളരെ പ്രശസ്തനായ ഒരു ബിസിനസ്മാനും ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റുമായ മിസ്റ്റർ ജോൺ മാത്യുവിൻ്റെയും കുടുംബത്തിൻ്റെയും അടുക്കലാണ്. നിങ്ങളുടെ രണ്ടുപേരുടെയും ക്രിസ്മസിൻ്റെ ഓർമ്മകൾ. ഞാൻ ബോംബെ വന്നിട്ടൊരു 46-47 ഇയേഴ്സായി. ചെറുപ്പകാലത്താണ് വലിയ ആഘോഷമാണ്. നമ്മുടെ പഴയ രീതിയിൽ നമ്മുടെ തമ്പാറ് ക്രിസ്മസ് ഫാദർ വിളക്കൊക്കെ കത്തിച്ചതിന് ഓരോ വീടുകളിലും പോകുമായിരുന്നു. ഇപ്പോൾ അത്രയൊന്നും ഇല്ല. ഇപ്പം മോഡേൺ ടെക്നോളജിയൊക്കെ വന്നതോടുകൂടി കാര്യങ്ങളൊക്കെ ഒത്തിരി മാറി. പക്ഷേ ആ പഴയ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും സമയം കിട്ടിക്കഴിഞ്ഞാൽ ഈ ആഘോഷത്തിന് ഞാൻ ക്രിസ്മസ് ടൈമിന് നാട്ടിൽ പോകാറുണ്ട്. നാട്ടിൽ തന്നെ വളർന്നതും എല്ലാം അവിടെ തന്നെയാണ്. കല്യാണം കഴിഞ്ഞ പിന്നാണ് ഞാൻ ബോംബെ വരുന്നത്. നാട്ടിലെ ക്രിസ്മസ് വളരെ ആഘോഷമായിട്ട് അന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അന്ന് എല്ലാവരും നടന്നാ പോണേ. ഇന്നിപ്പോൾ എല്ലാവരും വണ്ടിയിലൊക്കെ ഈ ബോംബെയിൽ കാറയിലും ഒക്കെ പോയി ആര് ക്രിസ്മസ് ഉണ്ടോ വന്നോ ഒന്നും അറിയാം. വീടുകളിൽ വന്ന് കയറുമ്പോഴേ അറിയത്തുള്ളൂ. അന്ന് അങ്ങനല്ല. അന്ന് നടന്നിട്ടാണ് ഇത്രയും ദൂരം പോയിരുന്നത്. ഇപ്പം ക്രിസ്മസ് കാണണമെങ്കിൽ നമ്മൾ പള്ളിയിൽ പോയാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. മിസ്റ്റർ ജോൺ മാത്യുവിന്റെ മകനായ ഒരു പ്രശസ്തനായ എന്റർപ്രണർ ഷിബി മാത്യുവിനെ നമുക്ക് പരിചയപ്പെടാം. ഞാൻ ഇവിടെയാണ് ജനിച്ചു വളർന്നത്. സോ ഫോർ മീ ചെറുപ്പത്തിലെ പ്രൈമർലി എവറിത്തിങ് വാസ് അറൌണ്ട് ദ ചർച്ച് ഫംഗ്ഷൻ. എല്ലാവരും അന്ന് ഞങ്ങൾ താമസിച്ച ബിൽഡിങ്ങിൽ വി യൂസ്ഡ് ടു ഗിവ് സ്വീറ്റ്സ് ടു വൺ അനദർ, വിച്ച് ഇസ് എ വെരി യുണീക് തിങ് ബോംബെയിൽ. And we used to wait for the Goan neighbors of ours to bring those specific Goan sweets. And they used to wait
Malayali achapam and all that. Apart from that, then we used to have lots of family and friends visiting us all through the day. ഓക്കെ, ജൂഡിയയുടെ ക്രിസ്മസും മുംബൈയിലെ ക്രിസ്മസും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ എൻജോയ്മെന്റ് എങ്ങനെ സെലിബ്രേറ്റ് ചെയ്തു? ക്രിസ്മസിന്റെ ദിവസം ഇറ്റ്സ് യൂഷ്വലി ഓൾ ഓഫ് us രാവിലെ എണീറ്റ് പള്ളിയിൽ പോയി കഴിഞ്ഞ് വന്നിട്ട് വിൽ ഹാവ് എ കേക്ക് കട്ടിങ്, ക്രിസ്മസ് നൈറ്റ് കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മമ്മി എപ്പോഴും അപ്പവും ചിക്കൻ കറിയും ഉണ്ടാക്കുന്നത്. ആൻഡ് പിന്നെ ലഞ്ച് വി ഓൾവേസ് ഹാവ് ടുഗെദർ ഗോ ഔട്ട് സംവെയർ. നമ്മുടെ യൂത്തിന് കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു മെസ്സേജ്? ഈ ഞങ്ങളുടെ ഒരു പ്രസന്റ് ജനറേഷൻ ഹാസ് ബിൽഡ് ഓൺ വാട്ട് our parents have done. And they came from Kerala and they created a mini Kerala for us here. And the same culture transpired. But നമ്മുടെ ഒരു ചാലഞ്ച്, ഇന്നത്തെ യൂത്തിൻ്റെ ഒരു ചാലഞ്ച് is to translate that to our younger generation, the next generation. And I think അതിന് Christmas and all these festivals give us that perfect sort of launch pad to do all these things. Bring them together like this. ഒരു ദിവസം നമുക്ക് ടെക്നോളജി മാറ്റി വെച്ചിട്ട് ഒരുമിച്ച് കഴിക്കാനും ഒരുമിച്ച് സംസാരിക്കാനും, അതിൻ്റെ ഇടയ്ക്ക് ഫോട്ടോസും ഞങ്ങൾ എടുക്കും. പക്ഷേ എന്നാലും ഇറ്റ് ഈസ് മോർ അബൌട്ട് ദ റിലേഷൻഷിപ്സ് ദേ ഫോം വിത്ത് ഈച്ച് അതർ. Merry Christmas and a Happy New Year. Jingle bells, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. ക്രിസ്മസ് രാവുകളെ എപ്പോഴും സജീവമാക്കുന്നത് ക്രിസ്മസ് ഗാനങ്ങളാണല്ലോ. മുംബൈയിൽ ക്രിസ്മസ് ആഘോഷത്തോടനുബന്ധിച്ച് നടത്തുന്ന കാരൽ കോമ്പറ്റീഷന്റെ വേദിയിലേക്ക് മുതൽ എവറി ഇയർ ഇറ്റ് ഈസ് ടേക്കിംഗ് പ്ലേസ്. ഏതാണ്ട് 25 ടീംസോളം സംബന്ധിക്കുന്നുണ്ട്. 20 തൊട്ട് 30 വരെ പാർട്ടിസിപ്പൻസ് ഇതിൽ സംബന്ധിക്കുന്നുണ്ട്. വളരെ ഒരു എക്സ്ട്രാ മാഞ്ചായിട്ട് നമുക്ക് എപ്പോഴും തോന്നുന്ന ഒരു പ്രോഗ്രാമായിട്ടാണ്. പ്രത്യേകിച്ച് ഒരു കുഞ്ഞുങ്ങൾ ആ ഒരു എക്സൂബറൻറ്റ് നേച്ചർ കുഞ്ഞുങ്ങളുടെ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. നോട്ട് ഓൺലി ദിസ് ഇസ് എ കോമ്പറ്റീഷൻ, ഈ കുഞ്ഞുങ്ങളെല്ലാവരും മാലാഖമാരെ പോലെ ഒരുമിച്ച് വന്ന് കർത്താവിന് സ്തുതി പാടുന്ന ഒരു രാത്രിയായിട്ടാണ് ഇതിനെ കാണുന്നത്. ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തു, നല്ല ഔട്ട്പുട്ട് കിട്ടിയെന്ന ഞങ്ങളുടെ ഒരു ഞങ്ങൾക്ക് തോന്നുന്നത് നല്ല ഔട്ട്പുട്ട് കിട്ടിയെന്നാ. ഇനി എന്താന്ന് ബാക്കി ജഡ്ജസ് പറയും. So very happy to see that a huge crowd of more than 1,000 people coming here to Dombivli. ഒരു കേരള തനിമ ഞങ്ങളിവിടെ കാണുന്നു. More than 19 teams from all over Bombay, Pune is participating. We are very happy. ഇത് 7ാം തവണയാണ് ഇവിടെ നടത്തുന്നത്. ഇതിന് വേദിയൊരുക്കാൻ സാധിച്ചതിൽ, ഹോളി ഏഞ്ചൽ സ്കൂളിൽ വേദിയൊരുക്കാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ലോകമെമ്പാടുമുള്ള ജനതയ്ക്ക് ഞാൻ ക്രിസ്തുമസ് ആശംസകൾ നേർന്നുകൊള്ളു. പാരിഷിലെ അംഗങ്ങളാണ്. ഞങ്ങളാണ് ഇവന്റ് ഹോസ്റ്റ് ചെയ്തത്. ലാസ്റ്റ് 6 months ആയിട്ട് ഞങ്ങൾ ഇതിന്റെ പുറകിൽ പ്രയത്നിക്കുകയാണ്. അവർ ഹാർഡ് വർക്ക് ഈസ് ഹിയർ ടുഡേ. പ്രത്യാശയുടെയും ആത്മാവിൻ്റെ ഫലത്തിൻ്റെയും അനുഭവത്തിലേക്കും കടന്നു വന്നിരുന്നെങ്കിൽ ഈ പ്രപഞ്ചത്തിന് കൂടുതൽ മൂല്യങ്ങൾ തെളിഞ്ഞു വരുമായിരുന്നു, കൂടുതൽ ശോഭയുള്ള നാളെയിലേക്ക് നടന്നെടുക്കുവാൻ സാധിക്കുമായിരുന്നു. ആ ഭാഗ്യത്തിലേക്ക് ഈ കാലഘട്ടം നമ്മെ നയിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കട്ടെ. ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ഹൃദയമായിട്ടുള്ള ആശംസകൾ നേരുന്നു.
ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ ഏറ്റവും സ്നേഹത്തോടെ അറിയിക്കുന്നു. പുതുവത്സരം എല്ലാവർക്കും ദൈവാനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വർഷമായിട്ട് തീരട്ടെ. Costume courtesy Seasaga Group, Mumbai, our travel partner. AdvaTravelsOnline.com. Mary's boy child, Jesus Christ, was born on Christmas Day.